ഇത് നമ്മളപ്പോൾ നമ്മുടെ ലെമൺ ലൈം ഏരിയയിലാണ്. ഇവിടെ ചൂട് നേരിയതായിട്ട് തുടങ്ങിയത് കൊണ്ടിട്ട് ഞാനൊരു ഷെയ്ഡൊക്കെ ഇടുന്ന സമയമാണ്. അല്ല, നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ആസ് ഐ സെഡ് ഏർലിയർ, എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്യാൻ ഒരുമിച്ച് പറ്റാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഗ്രോ ചെയ്തപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ബട്ട് ഓരോ ഗാർഡൻ ബെഡിൽ എന്തൊക്കെയാണെന്ന് ഞാൻ ഇനിയുള്ള എപ്പിസോഡിൽ കാണിക്കാം. സോ ടുഡേ മൈ ഗോൾ ഇസ് ടു ഗെറ്റ് സം lemon from the lemon tree. അപ്പോൾ നമുക്ക് ലെമണ് പറിക്കാം. ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റ് ലെമണാണ്. അപ്പോൾ നമുക്ക് ലെമൺ ആവശ്യത്തിന് നമുക്ക് അപ്പം തന്നെ എടുക്കാം. പിന്നെ ഓഫ് സീസണിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്യാറുമുണ്ട്. സോ ലെറ്റ്സ് പ്ലക്ക് സം ലെമൺ ഫോർ ടുഡേ. ഞാനിങ്ങനെ ബാഗിലാക്കി അപ്പോൾ ഇന്ന് പറിച്ച ലെമണാണത്. ഇനിയിപ്പം മേളിൽ ആയി വരുന്നുണ്ട്. അത് നമുക്ക് പതുക്കെ കുറച്ചും കൂടി അത് നല്ലായി കഴിയുമ്പോൾ എടുക്കാം. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇറ്റ് സ്മെൽസ് റിയലി ഗുഡ്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ ഞാൻ എടുക്കാറുണ്ട് നമ്മുടെ സാലഡിൻ്റെ സൈഡിൽ. ബിക്കോസ് ഇറ്റ്സ് എഡിബിൾ. It's very beautiful. നമ്മുടെ ബേർഡ് വന്ന് ശല്യം ചെയ്യാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഹെങ്ങിയതാണ്. ആൻഡ് ഇറ്റ്സ് റിയലി വർക്കിംഗ്. അപ്പോൾ എൻ്റെ വെജിറ്റബിൾസ് ഒന്നും ആക്രമിക്കണില്ല ബേർഡ്സ് വന്ന്. അല്ലാതെ കുഞ്ഞു ബേർഡ്സ് ഇതിൽ നിന്ന് കൂട് കൂട്ടും. ഞാനിങ്ങനെ ഇട്ടേക്കുന്നത് നമ്മുടെ ബേർഡ്സ് വന്ന് ലെമൺമേ കൂട് കൂട്ടും. ദാറ്റ്സ് ഫൈൻ. പക്ഷേ നമ്മുടെ ചെടികൾ കുഞ്ഞല്ലേ, അപ്പോൾ അത് വന്ന് പ്ലക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബേർഡ്സിനെ അതകറ്റും. സോ that's all for today.